വാർഡ് വിഭജന ബില്ല് പാസാക്കിയത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മോദി ശൈലിയിലാണ് ബില്ല് പാസാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസാക്കുകയുണ്ടായത്. സാർ, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസാക്കുന്നതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സാർ. വാർഡ് വിഭജനത്തിൽ നടപടി വേഗത്തിലാക്കിയത് പിടിവാശിയോ ഏകാധിപത്യമോ അല്ലെന്ന് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ശ്രീ എൻ ഷംസുദ്ദീൻ എം.എൽ.എയും ഇവിടെ ഉന്നയിച്ചതുപോലെ ഇതിൽ വാശിയുടെയോ ഏകാധിപത്യത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു സമീപനം കൊണ്ടല്ല ഇന്നലെ ബില്ല് പാസ്സാക്കിയത്. ഒരുപക്ഷെ ഇന്നലെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഈ സഭയിൽ ഉണ്ടായത്. ആ അന്തരീക്ഷത്തിൽ ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പ് വന്നു കാണും. അതുകൊണ്ട് സംഭവിച്ച സർക്കാരിന് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മനോഭാവവുമില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയത് എന്ന പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നത്തിൽ സ്പീക്കർ റൂളിംഗ് നൽകി. സബ്ജക്ട് സിലക്ട് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതാണ് നല്ലത്. അടിയന്തര സാഹചര്യം പരിഗണിക്കേണ്ടതുണ്ടെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ക്രമപ്രശ്നത്തിലുള്ള സ്പീക്കറുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇന്നലെയാണ് ഈ ബില്ല് പാസാക്കിയത്. തിടുക്കത്തിൽ പാസാക്കി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ അതൃപ്തിക്ക് കാരണമായതും. ഇതിലിപ്പോൾ സ്പീക്കർ റൂളിംഗ് നൽകുമ്പോഴും പക്ഷേ അടിയന്തര സാഹചര്യം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ പ്രതിപക്ഷം തൃപ്തരല്ല എന്നതല്ലേ? അർജുൻ, തീർച്ചയായും ഇന്നലെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് 5 മിനിറ്റ് കൊണ്ടാണ് സർക്കാർ പാസാക്കിയത്. ആ സമയത്ത് പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു. അതിൽ ഇന്ന് ക്രമപ്രശ്നമായ ആ വിഷയം സഭയിൽ ഉന്നയിക്കുകകൂടി ചെയ്യുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ്. ഇതിൽ അവർ പറയുന്നത്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്, ബിൽ പാസാക്കുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ സർക്കാർ കാറ്റിൽ പറത്തി. മോദി ശൈലിയിലാണ് ബിൽ പാസാക്കിയത്. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. ഇത്രയും വലിയ ആഘാതം കിട്ടിയിട്ടും ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് സർക്കാരിനെന്നും സഭയ്ക്ക് അപമാനമായ സംഭവമാണ് സഭയിൽ ഉണ്ടായതെന്നും സ്പീക്കർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും പറഞ്ഞു സർക്കാർ കീഴ്വഴക്കങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുവെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. മന്ത്രി എം.പി. രാജേഷ് ഇതിന് നൽകിയ മറുപടി, ഇത് പിടിവാശിയുടെയോ ഏകാധിപത്യത്തിന്റെയോ വിഷയമല്ല, തിടുക്കമുണ്ടായിരുന്നു, എന്നാൽ അത് അനാവശ്യമായിരുന്നില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരുപാട് പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടതുണ്ട്. വാർഡ് പുനഃസംഘടന പൂർത്തിയായാലേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാനാകൂ. വാർഡ് വിഭജനം പൂർത്തീകരിക്കാനും നിരവധി പ്രക്രിയകൾ നിലവിലുണ്ട്. ദീർഘമായ ഒരു പ്രക്രിയയാണ് അതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് മാത്രമല്ല, 2020 നിയമസഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ശേഷം വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് ഭേദഗതി വരുത്തി പാസാക്കിയ ബില്ലാണ് അന്ന് ഗവർണർക്ക് അയച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അന്ന് വാർഡ് പുനർനിർണയം നടത്താൻ പറ്റിയില്ല. അതേ ബില്ലാണ് ഒരു മാറ്റവും കൂടാതെ ഇന്നലെയും സഭയിൽ കൊണ്ടുവന്നതെന്നും അതിനാലാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതിരുന്നതുമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ആ വിശദീകരണവും പ്രതിപക്ഷം തള്ളി. സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ റൂളിംഗ് ഇങ്ങനെയായിരുന്നു. അതായത് ഈ നടപടിയിലെ അപാകതയിലെ ക്രമപ്രശ്നം അത് പൂർണ്ണമായി വിശദമായി പരിശോധിച്ചു എന്ന് സ്പീക്കർ വിശദീകരിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് നേരത്തെയും പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ സബ്ജക്ട് സെലക്ട് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതാണ് ഉചിതം എന്നാണ് ചെയറിന്റെ അഭിപ്രായം എന്ന റൂളിംഗാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ മന്ത്രി ഉന്നയിച്ച വിഷയം അത് അടിയന്തര സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അവിടെയും ഇവിടെയും തുടർന്ന ഒരു റൂളിംഗ് ആയിരുന്നു സ്പീക്കർ. അതെ, എന്തായാലും അതിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയത്.